ഹരി ഹായ് വെൽക്കം ടു സൺഡേ ഫൺ ഡേ. താങ്ക് യു സോ മച്ച്. നമ്മള് ഷോ അമ്മ ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വെച്ചിട്ട് പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. സോറി റെസ്റ്റോറന്റിലായതുകൊണ്ട് ശ്രദ്ധ വേറെയാണ്. ഇപ്പൊ പുതിയൊരു ഭാഷ പഠിച്ചു എന്ന് കേട്ടു. അതെ, തെലുങ്ക്. തെലുങ്ക് എങ്ങനെയുണ്ട്? അയ്യോ അതെ, അതിന്റെ അനുഭവം കഴിഞ്ഞ് ഇപ്പൊ എത്തിയേ ഉള്ളൂ. നല്ല നല്ല ഒരു അനുഭവമായിരുന്നു. ശങ്കർ ശർമ്മ മ്യൂസിക് ചെയ്യുന്നൊരു സോങ് ആണ്. ഫസ്റ്റ് തെലുഗു ആണ്. അടിപൊളി. അപ്പൊ ഇനി ഒരുപാട് തെലുഗു പാട്ടുകൾ ഇപ്പൊ പാടി വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു പാട്ടിന്ന് തുടങ്ങണം. ഹരിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അതിരനിലെ സോങ് ആണ് ഫഹദ് കേക്ക് പാടിയത്. അതൊരു 2 ലൈൻസ്. ദൂരെ ഒരു മഴവിൽ നിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ഇന്ന് രാവിലെ ഇത് കേട്ടിട്ടാണ് എന്റെ ദിവസം തുടങ്ങിയത്. വളരെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഇപ്പോ നല്ല ലൈം ലൈറ്റില് ഒരു സമയമാണ് ഹരി തുടങ്ങിയത്. ഒബ്വിയസ്ലി ഫാമിലിയില് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്നാലും ഹരിക്ക് ഇത് തന്നെയായിരുന്നോ ലക്ഷ്യം? അൾട്ടിമേറ്റ്ലി ഇതായിരുന്നു. ഇപ്പം നമ്മള് എല്ലാരും ചെയ്യുന്ന പോലെ മറ്റേ വേറെ വേറെ ഫീൽഡിലൊക്കെ പോയി അവസാനം പാട്ടിൽ തന്നെ വന്നെത്തി. ഞാൻ പഠിച്ചതൊക്കെ ഡെന്റിസ്ട്രി ആയിരുന്നു. അങ്ങനെ ഡെന്റൽ ഡോക്ടറായി. ക്ലിനിക്കൊന്നും ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് എൻ്റെ കോമഡി. അപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടനെ ഞാൻ മനസ്സിലായി നമുക്ക് പറ്റിയ പണിയല്ല. നേരത്തെ വിട്ട നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പല്ലടിച്ച് കുളിക്കേണ്ടി വരും. അപ്പം ഞാനത് വിട്ടിട്ട് അപ്പം ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തോട്ടെ ട്രൈ ചെയ്യാൻ തുടങ്ങി ഫിലിമിൽ. പിന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു മൂവി ബാക്ക്ഗ്രൗണ്ട് പിന്നിൽ കിടക്കാണ്. അതുകൊണ്ട് പക്ഷേ ഞാൻ അങ്ങനൊരു നെയിം യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത് പലർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ ഇന്ന ഫാമിലിയിലുള്ള ആളാണെന്ന്. നമ്മള് നമ്മുടെ ഒരു ടാലന്റ് മതി, അതിന്റെ ആവശ്യമുള്ളൂ എന്നിങ്ങനെ. അപ്പോ മോറോവർ സെൽഫ് മെയ്ഡ് ആണ് കുറെയൊക്കെ. ഈ സെൽഫ് മെയ്ഡ് പേഴ്സണെ ഇങ്ങനെ ആക്കി എടുത്തത് ആരാണ്? ഉറപ്പായിട്ടും എൻ്റെ അമ്മമ്മയാണ്, ഗ്രാൻഡ് മദർ ഓമനക്കുട്ടിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ ശ്രീകുമാർ, ആലപ്പുഴ ശ്രീകുമാർ. അപ്പം പാട്ട് തന്നെയാണ് നിന്റെ ലൈഫെന്ന്, ഇത് മതി എന്നുള്ള അതല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചതും വേറെ ഫീൽഡൊന്നും വേണ്ട അങ്ങനെ ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞത് അവരാണ്. അപ്പം നമുക്കൊരു വഴി ഇട്ട് തന്നത് അമ്മമ്മയും അച്ഛനും തന്നെയാണ്. പിന്നെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു.